ഇന്നത്തെ ഹെഡിങ് വന്ന് സെപ്പറേറ്റ് നടരാജർ തത്വം എന്നൊരു സെപ്പറേറ്റാக ഒരു ചാപ്റ്റർ മാതിരി ഇത് ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ പേരെന്തെന്ന് പറഞ്ഞാൽ ദശകാര്യം. ഇതൊക്കെ ശൈവ സിദ്ധാന്തം ഇതൊക്കെ മലയാളത്തിൽ കൊണ്ടുവരണമെന്നാണ് നമുക്ക്. ദശകാര്യം എന്ന് വെച്ചാൽ 10 stages in which 10 stages the Atma is elevated. ആത്മ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ശിവയോഗത്തിൻ്റെ എയിം എന്തെന്ന് വെച്ചാൽ ജീവനെ ശിവമാക്കുക. എന്തോന്നു? സോ ജീവനെ ശിവമാക്കുന്ന പ്രാക്ടിക്കൽ എക്സസൈസാണ് ശിവയോഗം. ഇപ്പം നാരായണ ഡിവോട്ടീസ് നാരായണൻ വന്ന് നാരായണ ആക്കില്ല. എന്തോന്നു? അതാണ് നാരായണ ആക്കില്ല. അവർ പിന്നെ എല്ലാം 100 മാർക്ക് വാങ്ങിച്ച് മരിച്ചു പോകുമ്പോൾ 100 മാർക്ക് വാങ്ങിച്ച് അവിടെ ഒരു ഹാൾ, നല്ല AC ഹാൾ ബുക്ക് ചെയ്ത് അവിടെ തപ്പളക്കട്ടയും മറ്റേ ജാലറയും കൊടുത്തുകൊണ്ട് ഹരേ രാമ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റാണ്. ഓക്കെ, ശിവ അങ്ങനെ അല്ല. ആത്മാവ് ശിവമാക്കി കളയും. അപ്പോൾ അവർക്ക് ഇനിയും വേറെ ജന്മങ്ങൾ എടുക്കണ്ട. അത് അങ്ങനെ ഒരുപാട് അതിൽ പല ലോഹങ്ങളുണ്ട്. ശിവലോഹത്തിൻ്റെ സിദ്ധലോഹം എന്നുണ്ട്, ആദവലോഹം, ഇങ്ങനെ അതൊക്കെ ഇനി ശൈവസിദ്ധാന്തത്തിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ പേരെന്തോന്നു? രാഹുൽ. പെട്ടെന്ന് വാ, ഞാൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിന്നെ ശിവമാക്കുന്നു. അങ്ങനെ അല്ല, ഒരു പ്രോസസ്സ്. എന്തോന്ന്? ആ പ്രോസസ്സിൽ കൂടെയാണ് ശരിയാക്കുന്നത്. ഒരു റാ മെറ്റീരിയൽ എന്തെന്ന് വെച്ചാൽ കോളാർ തങ്ക ചുരങ്കത്തിൽ നിങ്ങളെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആളുകളൊന്ന് എല്ലാം വണ്ടി നിറയെ വാരിക്കൊണ്ട് വീട്ടിൽ വെച്ച് എന്തോന്ന് പ്രയോജനം? അത് മണ്ണുമാരി തന്നെ ആയിരിക്കും. അതിനെ സയൻറ്റിഫിക്കായി പ്രോസസ്സ് ചെയ്താൽ ഗോൾഡ് വരും. അപ്പോൾ ഈ തങ്കയിൽ നിന്ന് മണ്ണ വാരി കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഓർ. എന്തോന്നു? ഗോൾഡ് ഓർ. ആ ഗോൾഡ് ഓറിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ ചെയ്തിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് പല സ്റ്റേജ് വരുമ്പോഴാണ് തങ്കം വരുന്നത്. എന്തോന്നു? തങ്കം വരുന്നത്. അപ്പോൾ ഈ തങ്കം വന്നുകൊണ്ടാൽ നിങ്ങൾ അങ്ങനെ വെച്ച് ഉരുപ്പടിയും ചെയ്യാൻ നോക്കില്ല. ഉരുപ്പടി ചെയ്യണമെങ്കിൽ അതിൽ വേറെ പ്രോസസ്സിങ് ഒക്കെ ആയിരിക്കുന്നു. അവർ ചെമ്പ് ചേർത്ത സ്ട്രെങ്ത്, പിന്നെ കടേശി അത് ഗിൽട്ട് മുക്കിയാലേ ഗോൾഡ് മാതിരി ഇരിക്കും. സോ ഇങ്ങനെ ഇതേമാതിരി ചെമ്പുമാതിരി ഇരിക്കുന്ന ആത്മാവ് തങ്കം മാതിരി ആക്കുന്ന പ്രോസസ്സാണ് ശിവയോഗം. സോ ഈ ശിവയോഗ പതഞ്ജലി യോഗയിൽ ഇതൊന്നുമില്ല. പതഞ്ജലി ഇതാണ്. ഞാൻ എന്തിനു കമ്പയർ ചെയ്ത് നോക്കുന്നു വെച്ചാൽ സിദ്ധന്മാർ തന്നെ നമുക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താലേ ഇതിൻ്റെ വാല്യൂ മനസ്സിലാവും. കുനിഞ്ഞും നിന്നാൽ വയറ്റ് വലി പോവും, ഇടുപ്പ് വലി വരും. എന്തോന്നു? അല്ല, ഇടുപ്പ് വലി പോയിട്ട് വയറ്റ് വലി വരും. അതാണ് പതഞ്ജലി യോഗ. അതാണ് ഈ നല്ല ഓടുന്നത്. ആ ജിമ്മ് അവർ തന്നെ ജിമ്മ് വെച്ചിരിക്കണം. എന്തോന്നു? അവർ പക്കം ജിമ്മും ഒരു കളരി ഫൈറ്റും വെച്ചിരിക്കും, ആ ചികിത്സയും വെച്ചിരിക്കും. ഫൈറ്റിൽ വർമ്മത്തെ അടിച്ച് കയറ്റും, ചികിത്സയിൽ അവ എടുത്തു വിടും. മനസ്സിലായില്ലേ? രണ്ടിലും പൈസ തന്നെ. അതേമാതിരി ജിമ്മ് യോഗ എന്നുള്ള കൺസെപ്റ്റാണ് ഇരിക്കുന്നത്. അതല്ല, ശിവയോഗ ഈസ് ടു മെർജ് വിത്ത് ശിവ. അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് മെയിനാകുന്നത്. അപ്പോൾ മുക്തി ഇതിലേ സാധിക്കും. മുക്തി കുനിഞ്ഞൻ നമ്മൊന്ന് വളർന്നിട്ട് മറ്റേ പതഞ്ജലി ബാബ രാംദേവിടെ ക്യാമ്പിൽ ചെയ്താൽ എക്സസൈസ് കൊള്ളാം. നേരത്തെ ഇപ്പോൾ വയറ്റ് വലി ഇരുന്നു, ഇപ്പോൾ പതഞ്ജലി രാംദേവിടെ കോഴ്സ് വയറ്റ് വലി പോയി നെഞ്ചുവലി വന്നു. ഇതാണ് പതഞ്ജലി യോഗ. ഇപ്പോൾ ഇതിലങ്ങനല്ല. സ്റ്റേജ് ബൈ സ്റ്റേജ് യു വിൽ ബി ലിഫ്റ്റഡ് ആൻഡ് ഫൈനലി ഓൺ ദ 10th സ്റ്റേജ് യു ബിക്കം ശിവ. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല ടെക്സ്റ്റുകളിൽ ഉണ്മൈ നെറി വിളക്കം 14 ശാസ്ത്രങ്ങൾ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടോ? 1 of the 14 ഒന്നാണ് ഉണ്മൈ നെറി വിളക്കം. എഴുതിക്കോളൂ. ഉണ്മൈ നെറി വിളക്കം എന്ന് വെച്ചാൽ ഉണ്മ എന്ന് പറഞ്ഞാൽ സത്യം, നെറി എന്ന് വെച്ചാൽ സത്യ പാത്വേ എക്സ്പ്ലനേഷൻ. എന്തെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചിലത് പെട്ടെന്ന് മനസ്സിലാവും. സത്യ ട്രൂത്ത് പാത്വേ എക്സ്പ്ലനേഷൻ. എന്തെന്ന്? അപ്പോൾ ഇതിൻ്റെ പേരാണ് ആക്ച്വൽ പിൽഗ്രിമേജ്. എന്തോന്ന്?
പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ശബരിമലയിൽ പോകുന്നു, അയ്യപ്പ എന്ന് പോകുന്നു, അവിടെ എരുമേലി പോകുന്നു. എരുമേലി പോയപ്പോൾ വാവർ വേണ്ടെന്ന് വെച്ചു, വാവറെ ഒന്ന് ലിസ്റ്റിൽ മാറ്റി വെച്ചു. എന്തോന്ന് വാവർ വേണ്ട എന്തോന്ന്. അപ്പം അങ്ങനെ വരുന്നു. ഇനി ഒന്ന് ഇവിടെ വരുന്നു, പമ്പയിൽ വന്നിട്ട് ഇനി കന്നിമൂല ഗണപതിയെ വേണ്ടെന്ന് വയ്ക്കാൻ നോക്കില്ല. കന്നിമൂല ഗണപതി വേണം, അവിടെ തേങ്ങ ഉടയ്ക്കണം. എന്തോന്ന് തേങ്ങ ഉടച്ചിട്ടൊക്കെ പോയിട്ടുണ്ടോ ശബരിമലയ്ക്ക്? അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ 26 പ്രാവശ്യം പോയി. അവിടെ ഞാൻ വെച്ച് നട്ടു വന്ന തെങ്ങ് ഇപ്പോൾ കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പിൽഗ്രിംസ് പ്രോസസ്, നിങ്ങൾ അവിടെ പോയി കയറി പമ്പയിൽ പോയി സ്റ്റേജ് 1 സ്റ്റേജ് 2 അടുത്തത് അങ്ങ് അടുത്ത എത്തി സ്റ്റേജ് 4 ഇവിടെ മറ്റേ എന്തോന്ന് സുബ്രഹ്മണ്യം പാത എത്തി 5 അടുത്ത ഇവിടെ എത്തി 10 ഒന്ന് അയ്യപ്പനെ കാണാൻ പോകുന്നു. എന്തോന്ന് ഇങ്ങനെ ഇത് വെച്ച് 18-ാം പടിയൊക്കെ ഏറി സൈഡിച്ച് അയ്യപ്പ അതാണ് അയ്യപ്പ ആയത്. അങ്ങനെ ഒന്ന് ഇങ്ങനെ നോക്കാൻ പോയി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി. എന്തടാ നീ തന്നെ അത് എന്തെന്ന് അതിൻ്റെ അർത്ഥം എന്തോന്ന്? അതിൻ്റെ അർത്ഥം നീ എന്തിനടാ ഇനി ഇത്ര ശ്രമം ഇട്ട് 5 ദിവസം ലീവ് ഇട്ടിട്ട് ഇരുമുടിയും കിട്ടിയുണ്ട് ഇത്രയൊക്കെ വന്ന് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് നിന്നെ മനസ്സിലാക്കിയാൽ പോരെ? വീട്ടിൽ നിന്ന് ആരാ നിന്നെ മനസ്സിലാക്കിയാൽ പോരെ? സെൽഫ് റിയലൈസേഷൻ വരുമ്പോൾ അയ്യപ്പ അകത്ത് വരും. എന്തോന്ന് അയ്യപ്പ ഈസ് ആൻ ഇൻസൈഡർ. എന്തോന്ന് അയ്യപ്പ ഈസ് എ ഇൻസൈഡർ. പക്ഷേ എക്സ്റ്റേണൽ റെപ്രസെൻറ്റേഷൻ ശബരിമലയിലും ഉണ്ട്. അത് എക്സ്റ്റേണലാ തേടി പിടിക്കണമെങ്കിൽ അവിടെ തേടണം. ഇൻറ്റേർണലാണ് പോയി അതാണ് സ്വാമി നിൻ്റെ അകത്ത് പോവും, സ്വാമി എൻ്റെ അകത്ത് പോവും. സോ പ്രണവ ഈസ് ദി മെറ്റിൽ ഇൻ വിച്ച് യു ആൻഡ് അയ്യപ്പ ആർ മേഡ്. സോ ബൈ മെറ്റിൽ അയ്യപ്പ ആൻഡ് ആത്മാ ആർ വൺ ആൻഡ് ദ സെയിം. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ വന്ന് സ്വയം പ്രകാശം, ആത്മാ സ്വയം പ്രകാശം തന്നെ. പക്ഷേ അതിൻ്റെ മേലെ എന്തോന്ന് മറ്റേ പഞ്ചകോശങ്ങളിൽ നിന്ന് 5 കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. എന്തോന്ന് 5 കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ആ കവർ മാറ്റിയാൽ സ്വയം പ്രകാശമാവും. അപ്പോൾ അയ്യപ്പനും ഇത് 2 പേരും ഉണ്ട്, ഒന്നാവുന്നു. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ് എന്ത്? ടു അൺകവർ ദി പഞ്ചകോശാസ്. അതേമാതിരി 10 ലെയറായിട്ട് തന്നെ 10 സ്റ്റേജായിട്ട് തന്നെ നിങ്ങളെ എലിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പിൽഗ്രിം പ്രോസസ്. നിങ്ങളങ്ങനെ ചുമ്മാ അങ്ങനെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ആത്മാവുക്കും ശിവനുക്കും ഇടയിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്ന 36 തടകൾ. എന്തോ 36 തടകൾ, 36 തത്വാസ്. നിറയെ പേര് കൺഫ്യൂഷനുണ്ട്. എന്തോന്ന് 36 എന്ന് പറയുന്നത്, ചിലയിടങ്ങളിൽ 96 എന്ന് പറയുന്നത്. 36 ഇത് മെയിൻ സബ്ജക്റ്റ്, ബാക്കി 60 ആൻസിലറി. നിങ്ങൾ വന്ന് കോളേജിൽ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് പഠിച്ചാൽ ഒരു ആൻസിലറി കെമിസ്ട്രി പേപ്പർ ഇരിക്കും. മനസ്സിലായില്ലേ? അതേമാതിരി ഒരു ആൻസിലറി ഇരിക്കുന്ന മാതിരി എല്ലാം ചേർത്ത് 96. ശരി, ഈ ഫസ്റ്റിൽ ഈ 36 തത്വങ്ങൾ വരും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ജീവൻ, റാ മെറ്റീരിയൽ, ഓർ ലെവലിൽ ഇരിക്കുന്ന ഒരു പേര് ജീവൻ. അതേ ജീവൻ വന്ന് തത്വങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അയാളാണ് ആത്മാന്ന് മാറുന്നത്. എന്തോന്ന് ആത്മാന്ന് മാറുന്നത്.